അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ദേവിക്ക് ഇച്ഛാശക്തിയായിട്ടും ജ്ഞാനശക്തിയായിട്ടും ക്രിയാശക്തിയായിട്ടും പരാശക്തിയായിട്ടും വർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണല്ലോ എല്ലാ അനുഭവങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ഒരു തരത്തിൽ വാസ്തവമാണ്. കാരണം ഈ ദേവീ ശക്തിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ തന്നെ നിലനിൽക്കുന്നത്. ആ ശക്തി ഉള്ളതുകൊണ്ടാണ് ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ തന്നെ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഭഗവാൻ മഹാദേവൻ ഈ ഗുണങ്ങളെയൊക്കെ ഉപേക്ഷിച്ചാലുള്ള വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും യോഗികളായിട്ട് തീരുമെന്നാണ്. അപ്പം പിന്നെ പ്രജാഭിവൃദ്ധിയോ പ്രത്യേകിച്ച് പ്രകൃതിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ മായാശക്തിയെ തന്നോട് ചേർത്തി ഭഗവാൻ നിർത്തി പ്രപഞ്ചത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അഗ്നിയും അഗ്നിയുടെ ചൂടും അതും രണ്ടും രണ്ടല്ല, ഒന്നാണ്. അതുപോലെയാണ് ആ മഹാദേവനും ശക്തിയും രണ്ടല്ല, ഒന്നാണ്. അങ്ങനെയിരിക്കെ ദുർഗാദേവിക്ക് അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി തൻ്റെ ശക്തിയെ ഉപേക്ഷിച്ചു. സർവ്വലോകവും അന്ധകാരത്തിലാണ്. ആ അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ സമയത്താണ് ഏകാദശരുദ്രന്മാരെ പറഞ്ഞയച്ചു എന്നും അവിടെ ഏകാദശരുദ്രന്മാരെ തിരുവടമരുതൂര് ചെന്ന് ഭഗവാനെ ആരാധിച്ചു. തുമ്പപ്പൂ കൊണ്ടും തുമ്പക്കുടം കൊണ്ടും ഒക്കെയായിരുന്നു ഭഗവാനെ ആരാധിച്ചത്. സർവദേവന്മാരും ആ സന്ദർഭത്തിൽ അവിടെ വന്നു. എല്ലാവരും വന്ന് മഹാദേവനെ ആരാധിച്ചപ്പോൾ മഹാദേവൻ സന്തോഷത്തോടുകൂടി ആ ദിവസം ശിവരാത്രി എന്ന് പറഞ്ഞു. ഈ ശിവരാത്രി എന്ന് പറയുന്ന കഥയ്ക്ക് പല കഥകളെയും നമുക്ക് കാണാം. ശിവപുരാണം ശിവരാത്രി മഹിമ ഇങ്ങനെയല്ല പറയുന്നത്. അതുപോലെ തന്നെ പാലാഴി മഥനം കഴിഞ്ഞ് ഭഗവാൻ വിഷം പാനം ചെയ്തു. അതുകൊണ്ട് മഹാദേവന് ആപത്തൊന്നും വരാതെ കണ്ടിരിക്കാൻ വേണ്ടി എല്ലാവരും ഉറക്കൊളിച്ച് മഹാദേവനെ ഭജിച്ചു എന്ന് ഒരു കൂട്ടർ പറയണം. ഇങ്ങനെ വ്യത്യസ്തമായ കഥകൾ നമുക്ക് കാണാം. വ്യത്യസ്തമായ കഥകളെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അനുമാനിച്ചോളണം എന്താണ് കൽപ്പത്തിൻ്റെ വ്യത്യാസം അതിനുണ്ട് എന്ന് തിരിച്ചറിയണം. ആ ശിവരാത്രി ദിവസം തന്നെ ആരാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശിവരാത്രി ദിവസം ശിവന് ധാര കഴിക്കുക, 4 യാമങ്ങളിലായിട്ട് ശിവപൂജ നടത്തണമെന്നാണ്. 6 മുതൽ 9 വരെ ഒരു യാമം, 9 മുതൽ 12 മണി വരെ രണ്ടാമത്തെ യാമം, 12 മണി മുതൽ 3 മണി വരെ മൂന്നാമത്തെ യാമം കഴിയും, 3 മുതൽ 6 മണി വരെ നാലാമത്തെ യാമം. ഈ 4 യാമങ്ങളിലും യാമപൂജ നടത്തണം. അപ്പോൾ 3 മണിക്കൂർ ഒരു യാമം. അതിൽ ഓരോ ദ്രവ്യങ്ങളെ കൊണ്ട് മഹാദേവന് പൂജ കഴിക്കണം. ഭക്തന്മാർ ഈ സമയത്ത് ശിവക്ഷേത്രത്തിൻ്റെ സമീപത്ത് വന്നിരുന്ന് ശിവക്ഷേത്രത്തിന് ചുറ്റുമായിരുന്ന് രാത്രി മുഴുവനും ഭഗവാന്റെ നാമം ജപിക്കണം. ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷേ ഞാൻ ഈ ശിവരാത്രിക്ക് ചിലപ്പോൾ കൊല്ലത്ത് എവിടെയെങ്കിലുമൊക്കെ ശിവരാത്രി ദിവസം രാത്രി മുഴുവൻ നാമം ജപിക്കാനായിട്ട് വിളിക്കും. ഇടയ്ക്ക് പ്രഭാഷണമൊക്കെ ആയിട്ട് അവിടെ എത്തുമ്പോൾ ഞാൻ പറയും എനിക്ക് ചുക്ക് കാപ്പിയോ കപ്പ പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണം, എന്നാലേ നമുക്ക് ഈ വെളിച്ചമാകാതെ ഇരിക്കാൻ പറ്റും. ചിലവർ അല്ല തിരുമേനി ജലാഹാരം കഴിക്കരുത്. ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ യുക്തി. അങ്ങനെ ഞങ്ങൾ 4 യാമങ്ങളിലും പൂജ അവിടെ നിശ്ചയിച്ചു. ഒരു യാമത്തിൽ ധാരാതികർമ്മങ്ങൾ പൂജ നടത്തുമ്പോൾ, ക്ഷേത്രത്തിൽ പൂജ നടത്തുമ്പോൾ ഇവിടെ നമ്മൾ ഒരു 21 പ്രദക്ഷിണം, എന്നിട്ട് അരമണിക്കൂർ പ്രഭാഷണം, കുറച്ചു നേരം കീർത്തനം. അടുത്ത യാമത്തിൽ ഇതുപോലെ തന്നെ. രണ്ടാമത്തെ യാമം കഴിഞ്ഞപ്പോഴേക്കും ഈ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ സമാധിയിലേക്ക് പോയി. ഒക്കെ ഒന്നും പറഞ്ഞ അത്യാവശ്യത്തിന് കട്ടൻ ചായയും കപ്പയും കഴിച്ച ഒരു ഉത്സാഹമായിട്ട് നാമം ജപിക്കണം. അപ്പോൾ ഈ ഉപവാസം ആണ് പറഞ്ഞത്.
ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ കണ്ടിരിക്കലല്ല, ഭഗവാന്റെ അടുത്തിരിക്കാൻ എന്തുപായമാണോ അതിനെ സ്വീകരിക്കുക. ഇതിപ്പോൾ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല എന്നും പറഞ്ഞതാ അവിടെ കിടന്ന് സമാധി. അപ്പം പിന്നെ ശിവരാത്രിയുടെ ഫലം കിട്ടുമോ? ഇല്ല. ഉറക്കമൊഴിച്ച് കട്ടൻ ചായയും കുടിച്ച് കപ്പയും കഴിച്ച് നാമം ജപിച്ചവർക്ക് ശിവരാത്രിയുടെ ഫലം കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? കഴിച്ചു. പക്ഷെ ഒരു ഗുണമുണ്ട്. എന്താണ്? പകുതി കിട്ടും. മറ്റവർക്ക് ഒട്ടും കിട്ടില്ല. നമുക്ക് എന്ത് കിട്ടും? പകുതി കിട്ടും. കിട്ടിയത് മതി, എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ശിവരാത്രി ദിവസത്തിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചു. ശിവരാത്രി ദിവസം ശിവലിംഗ ദർശനം വളരെ പ്രധാനപ്പെട്ടത്. തുടർന്ന് മഹാദേവൻ ദേവിയോട് പറഞ്ഞു, ലോകത്തെ മുഴുവനും അന്ധകാരമാക്കിയത് തേന ദോഷേണ ലോകോയം തിമിരേണ ആവൃത ഖലു. ഈ അന്ധകാരത്തിന് കാരണമായിരിക്കുന്നത് ആരാണ്? അവിടുന്നാണ്. അതുകൊണ്ട് തസ്യാഹ പത്മാവനെ ശുഭ്രപത്രേ ശംഖാകൃതി ശിവേ. കാളിന്തി നദിയില് ഒരു താമരയില് വലംപിരി ശംഖായിട്ട് നീ താമസിക്കാൻ ഇടവരട്ടെ. ഇങ്ങനെ പറഞ്ഞ് തുടർന്ന് തഥേതി നീ ദക്ഷപുത്രിയായിട്ട് അവതരിക്കുമെന്നും ഞാൻ വീണ്ടും നിന്നെ പാണിഗ്രഹണം ചെയ്യുമെന്നും പറഞ്ഞു. ദാ അനുഗ്രഹിച്ചു. തുടർന്ന് ദാ ഗൗരി കാളിന്തിം ആഗതാ ദ്രുതം. ആ ദുർഗാദേവി കാളിന്തിയിൽ ഇതാ വീണ്ടും അവതരിച്ചു. ഈ സമയത്താണ് കുംഭമാസത്തില് മകം നക്ഷത്രം. ദക്ഷപ്രജാപതി വേദവല്ലിയോടുകൂടിയിട്ട് സ്നാനത്തിനായിട്ട് കാളിന്തിയിലേക്ക് വന്നു. കാളിന്തി നദി ഭൂമിക്ക് ഒരു ഇന്ദ്രനീലഹാരം അണിയിക്കുന്നത് പോലെ നീല നിറത്തിലങ്ങനെ ഒഴുകുകയാണെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എവിടുന്നാണ് നിനക്ക് ഈ നീല നിറം കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ കാളിന്തി പറയുകയാണ്, കൃഷ്ണനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവരും. അങ്ങനെ കൃഷ്ണന്റെ ശരീരം ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച് ആ നിറം ഞാൻ ഏറ്റെടുത്തതാണ് എന്നും ചില പുരാണങ്ങൾ പറയണോ കൃഷ്ണനെ വിചാരം ചെയ്ത് ഇങ്ങനെ കറുത്തതാണ്, വർണ്ണമായതാണ് എന്നും സൂചിപ്പിക്കണം. എന്തായാലും കാളിന്തിക്ക് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. ഭഗവാൻ അവതരിച്ച സമയത്ത് ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കാനായിട്ട് കാളിന്തിയാണ് താമര വിരിയിപ്പിച്ചത് എന്ന്. ഭഗവാൻ ആദ്യത്തെ ഉപഹാരം ജനിക്കുന്നതിന് മുമ്പ് കാളിന്തി സമർപ്പിച്ചു എന്ന് സൂചിപ്പിക്കണം. അങ്ങനെയുള്ള കാളിന്തിയിൽ ആ ദക്ഷപ്രജാപതി വേദവല്ലിയോടുകൂടി വന്ന് വലംപിരി ശംഖ കണ്ടപ്പോൾ ദക്ഷപ്രജാപതി പറഞ്ഞു, അപൂർവമായ ശംഖാണ്, വേഗം ചെന്നത് എടുക്കേണ്ട താമസം. അത് കിന്തു കന്യാവിശാലാക്ഷി സർവാവയവസുന്ദരി ശിവരൂപാമിമാം ഗൗരിം ജ്ഞാത്വാ വിസ്മിതലോചനാഃ. അത് സാക്ഷാൽ ശിവശക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദക്ഷൻ സന്തോഷത്തോടുകൂടി വേദവല്ലിയോടുകൂടി തൻ്റെ കൊട്ടാരത്തിൽ പോയി ആ കുട്ടിയെ വളർത്തുവാൻ ആരംഭിച്ചു. ഗംഭീരമായ പുത്രി ജന്മോത്സവമൊക്കെ ഇതാ നടത്തി. തുടർന്ന് ദക്ഷപ്രജാപതിക്ക് ഓർമ്മ വന്നു മഹാദേവനെ ആരാധിച്ചതും മഹാദേവന്റെ അനുഗ്രഹത്തെ കൊണ്ട് സർവൈശ്വര്യമുണ്ടായതും. ആ മഹാദേവനെയും തനിക്ക് ജാമാതാവായി കിട്ടാൻ വേണ്ടി മഹാദേവന്റെ ജാമാതാവണം, അതിന് അവിടുത്തെ ശക്തി പുത്രീഭാവത്തിൽ വരണമെന്നും ആ പുത്രിയെ മഹാദേവന് വിവാഹം കഴിപ്പിച്ചു കൊടുത്താലാണ് ദക്ഷപ്രജാപതിയുടെ ആധിപത്യം പൂർണ്ണമാവൂ എന്ന് നമ്മൾ നേരത്തെ കേട്ടു. കാരണം മഹാവിഷ്ണുവും ബ്രഹ്മാവും ഇപ്പൊ ദക്ഷൻ പറഞ്ഞാൽ കേൾക്കും, ഇത് മഹാദേവന്റെ അനുഗ്രഹത്തെ കൊണ്ടാണ്. ഇനി മഹാദേവനെയും എന്ത് ചെയ്യണം? തൻ്റെ കീഴിൽ കൊണ്ടുവരണം. അപ്പൊ പിന്നെ സർവത്തിന് മേലെ ആരാണ്? ഞാനാണ്. ഇതൊക്കെയാണ് ആഗ്രഹങ്ങളെ, ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ. ഈശ്വരനും മുകളിൽ നിൽക്കണം, ഈശ്വരനെയും ഭരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ എത്ര കഷ്ടമാണ്. ചിലപ്പോൾ ചില ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ കാണാം, അവിടുത്തെ സെക്രട്ടറിയോ പ്രസിഡന്റോ അങ്ങനെ ആൾക്കാരൊക്കെ അവരുടെയൊക്കെ ആ ഭാവം കണ്ടാൽ അവിടെ ഇരിക്കുന്ന ദേവനെയും ഭരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണെന്നാണ്. അങ്ങനെയല്ല വേണ്ടത്. ഈ ക്ഷേത്രത്തിലുമായി ബന്ധപ്പെടുമ്പോൾ
ആ ദേവന്റെ മുമ്പിൽ നിന്ന് തനിക്ക് എല്ലാ ഐശ്വര്യത്തിന് കാരണമായിരിക്കുന്നത് ഈ ദേവനാണ് എന്ന ഭാവത്തോടുകൂടി എന്തെന്നില്ലാത്ത വിനയം വരണം. എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറണം. ഒക്കെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടതായ മാറ്റങ്ങളാണ്. എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുക, സ്നേഹത്തോടു കൂടി പെരുമാറുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്താണ് അവിടെ ആ കർമ്മങ്ങളൊക്കെ ധർമ്മമായിട്ട് വരുന്നുണ്ട്. ആ കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായിട്ട് വരുന്നുണ്ട്. ആ ഈശ്വരാർപ്പണമായിട്ട് വരുമ്പോഴാണ് ഈ വിനയവും ഈ സൗമ്യതയും ഈ ഭാഷയൊക്കെ നമുക്ക് വരിക. അല്ലെങ്കിൽ കർക്കശ ഭാഷ വരും. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കർക്കശമായിട്ട് പെരുമാറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ചോദിച്ചാലോ ഒരു കാര്യമില്ല. അത് ഈ ദക്ഷപ്രകൃതിയുടെ സ്വഭാവമാണ് എന്നതാ സൂചിപ്പിക്കണം. ഇങ്ങനെ ദക്ഷപ്രജാപതി ആ സതീദേവിക്ക് സതി എന്ന് പേരിട്ടു. സതീദേവിക്ക് ഈ നന്ദാവൃതമൊക്കെ പറഞ്ഞു കൊടുത്ത് ശിവപൂജയൊക്കെ പറഞ്ഞു കൊടുപ്പിച്ച് മഹാദേവനെ തപസ് ചെയ്യാനായിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ സതീദേവി മഹാദേവനെ തപസ് ആരംഭിച്ചു. ഈ സന്ദർഭത്തിൽ സതീദേവിയുടെ തപസ് ശക്തമായപ്പോൾ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പരമാത്മാ ശിവോജ്ഞാത്വ ബ്രാഹ്മണാകാരമാസ്ഥിത. ഒരു ബ്രാഹ്മണ സ്വരൂപത്തിലാണ് മഹാദേവൻ വന്നത്. മഹാദേവന് ഈ പരീക്ഷണം കൂടുതലാണ്. എങ്ങനെയുണ്ട് ഭക്തൻ്റെ ഭക്തി എത്രത്തോളമുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഈ പരീക്ഷിക്കും ഭഗവാൻ. പല പരീക്ഷണങ്ങളും നടത്താറുണ്ട്. ആ പരീക്ഷണങ്ങളിലൊക്കെ തന്നെ പല ഭക്തന്മാരും വിജയിക്കും, ചിലവർ പരാജയപ്പെടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ മഹാദേവൻ ബ്രാഹ്മണാകാരത്തിൽ വന്ന് അവിടെ വന്നു. ഈ സന്ദർഭത്തിലാണ് സതീദേവി ആ മഹാദേവൻ ബ്രാഹ്മണ രൂപത്തിൽ വന്നതായ മഹാദേവനെ വേണ്ട പോലെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് പാദ്യാർഘ്യങ്ങളൊക്കെ കൊടുത്ത് സതീദേവി പറഞ്ഞു, അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, എനിക്ക് സാധിക്കുന്നത് എന്താണോ അത് ദാനമായിട്ട് അങ്ങേക്ക് നൽകാം എന്ന് ബ്രാഹ്മണനോട് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ സന്തോഷത്തോടെ എന്ത് ചോദിച്ചാലും തരൂല്ലേ? സാധിക്കുമത് തരും. ഈ ബ്രാഹ്മണനാകട്ടെ സതീദേവിയുടെ അടുത്ത് ചെന്ന് മൊത്തത്തിൽ സതീദേവി ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, കൊള്ളാം, ഗൃഹീതും തേ കരം മേധ്യ കാംക്ഷാ കല്യാണി വർത്തത്തെ. നിന്നെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിന്റെ കരം പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കണോ എന്ന് പറഞ്ഞാൽ നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്രാഹ്മണന്റെ വാക്ക് കേട്ട് സതീദേവിക്ക് എന്തെന്നില്ലാത്ത കോപം വന്നു. അതിഥിയായിട്ട് സ്വീകരിച്ച ബ്രാഹ്മണൻ എന്നെ വിവാഹം കഴിക്കാം, അവിടുത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് സതീദേവി കോപിച്ചു എന്ന് മാത്രമല്ല, അവിടെയുള്ളൊരു പുല്ലെടുത്ത് കോപത്തോടുകൂടി സതീദേവി അത് ആയുധമായിട്ട് പ്രയോഗിക്കാൻ നോക്കുമ്പോഴേക്കും ഇതാ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദർശയാമാസ തൽ തസ്യാഹ സുമനോഹരമത്ഭുതം ദൃഷ്ട്വൈനം പരമേശാനം ഭക്ത്യാ പരമയാ ശിവ. ആ സതീദേവിയുടെ മുമ്പിൽ ഭഗവാൻ ഇതാ മനോഹര സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സതീദേവി ലജ്ജ കൊണ്ട് തല താഴ്ത്തി. അയ്യോ, കഷ്ടം കഷ്ടം, ആ മഹാദേവന്റെ സാന്നിധ്യമുണ്ടായിട്ട് അറിഞ്ഞില്ലല്ലോ. മാത്രമല്ല ആ മഹാദേവനെ ആയുധമെടുത്തതാ വധിക്കാൻ പോലും ഞാൻ തുനിഞ്ഞു. തുടർന്ന് മഹാദേവൻ വിവാഹത്തിന് സമ്മതിച്ചു. അപ്പോഴേക്കും ഈ ബ്രാഹ്മണ സ്വരൂപത്തിൽ മഹാദേവൻ വന്നു എന്ന് ദക്ഷപ്രജാപതി അറിഞ്ഞു. ദക്ഷപ്രജാപതി ഉടൻ തന്നെ എല്ലാവരെയും വിളിച്ചു. ഈ സമയത്ത് തന്നെ വിവാഹം നടത്താം. ഇനി മഹാദേവനെ വിടണ്ട, ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഇനി ചില ആൾക്കാരൊക്കെയാണ് എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ട് വന്നാൽ പിന്നെ പോയാൽ പിന്നെ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഈ മഹാദേവൻ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു സതീദേവിയോട് ആഗ്രഹം വന്നു, വിരക്തനാണേ.
ഇപ്പൊ തന്നെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ ബ്രഹ്മാവിനെ വിളിച്ചു, വിഷ്ണുവിനെ വിളിച്ചു, ദേവന്മാരെ വിളിച്ചു, എല്ലാവരെയും അറിയിച്ചു. ഇന്നത്തെ ദിവസം തന്നെ വിവാഹം ആവാം എന്നായി. അങ്ങനെ ദക്ഷ പ്രജാപതി നേരെ അവിടെ ചെന്ന് മഹാദേവനെയും സതീദേവിയെയും കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹത്തിൻ്റെ ഗംഭീരമായ ഒരുക്കങ്ങളായി. രണ്ടുപേരെയും നിർത്തി എല്ലാവർക്കും ഇതാ ജലം കൊടുത്തു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ദക്ഷപ്രജാപതിയെ മഹാദേവൻ ഇങ്ങനെ ഇടയ്ക്ക് കണ്ണിട്ട് നോക്കി. നോക്കുമ്പോൾ ദക്ഷപ്രജാപതിക്ക് എന്താണ്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വിവാഹം കഴിച്ചിട്ട് വേണം മഹാദേവനെ കൊണ്ട് ഒന്ന് നമസ്കരിപ്പിക്കാൻ. ഇനി ജാമാതാവായല്ലോ. അപ്പോൾ നിയമപ്രകാരം മഹാദേവൻ ദക്ഷപ്രജാപതിയെ നമസ്കരിക്കണം. മാത്രമല്ല സാവിത്രി മന്ത്രത്തിന് തുല്യമാണ് തൻ്റെ പുത്രി. ആ പുത്രിയെ അഗ്നിസാക്ഷിയായിട്ട് കൈപിടിച്ചു കൊടുക്കുമ്പോൾ ആ മന്ത്രത്തെ മഹാദേവന് കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരു മന്ത്രം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഗുരു, കിട്ടിയ ആള് ശിഷ്യൻ, അങ്ങനെ ഒരു വകുപ്പും കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ആലോചിച്ചിട്ട് ദക്ഷപ്രജാപതിക്ക് അഹങ്കാരം വർദ്ധിച്ചു. ഈ സമയത്ത് മഹാദേവൻ കുറച്ചങ്ങോട്ട് മാറി നിന്നു. അങ്ങോട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ കാണാനില്ല. വിവാഹത്തിൻ്റെ സമയത്ത് വരനെ കാണാനില്ല എന്നത് വലിയ പ്രശ്നമായി. തദേവ പരമേശോയം ക്ഷണാത് അന്തർദധേ. ഉടൻ തന്നെ മഹാദേവൻ പറഞ്ഞു. അതോടെ ആകെ പരിഭ്രമമായി. ദക്ഷപ്രജാപതിക്ക് എന്തെന്നില്ലാത്ത വിഷമം, അപമാനം. ധാരാളം പേര് വന്നിട്ടുണ്ട്, ബ്രഹ്മവിഷ്ണുമഹേശ്വരന്മാർ വന്നിട്ടുണ്ട്, സർവ്വദേവന്മാരും വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഗംഭീരമായ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ വിവാഹം കഴിയാണ്ട് ഇങ്ങനെ സദ്യ കഴിക്കുക. വന്നവർക്കും ആകെ ഒരു വിഷമം, ഊണ് കഴിച്ച് പോകാമെന്ന് പറഞ്ഞാൽ മോശമല്ലേ, കാര്യം കഴിയണില്ലേ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, കല്യാണം അത് നടക്കാണ്ടിരിക്കട്ടെ, നമുക്ക് പ്രശ്നമല്ല. നമുക്ക് അവിടെ ഭക്ഷണമുണ്ട്, നമ്മളവിടെ പോയി കഴിക്കണോ പോകണം. മിക്ക ആൾക്കാരും കല്യാണത്തിന് അങ്ങനെയാണ്. വരനെ ആര് കാണുന്നു, വധുവിനെ ആര് കാണുന്നു, നേരെ അങ്ങോട്ട് കയറണോ കഴിക്കണോ പോകണം. നടന്നാലും ശരി, നടന്നില്ലെങ്കിലും ശരി, നമുക്ക് പ്രശ്നമല്ല. നമുക്കെന്താ വേണ്ടത്, നമുക്കുള്ളത് അവിടെയുണ്ട്, അത് കഴിക്കാൻ പോവുക. പണ്ടങ്ങനെയല്ല. കല്യാണം വിവാഹം നടക്കാതെ കണ്ട് എങ്ങനെയാ ഭക്ഷണം കഴിക്കുക. അവസാനം മഹാദേവനെ അങ്ങോട്ട് നിന്ദിക്കാൻ തുടങ്ങി. കാരണം ദുഷ്ടനാണ് മഹാദേവൻ എന്നും വഞ്ചകനാണ് മഹാദേവനെന്നും ബ്രഹ്മണാകാരം ആസാദ്യമൽപുത്രീം കാക്ഷിത സ്വയം പ്രാപ്യതൽ നികടം തന്തു പ്രാർത്ഥയാമാസ വഞ്ചക. ബ്രാഹ്മണാകാരത്തിൽ വന്ന് എൻ്റെ പുത്രിയെ യാചിച്ചു, വഞ്ചകനാണ് എന്ന് പറഞ്ഞ് ഇനി മഹാദേവനെ പറയാത്തതൊന്നുമില്ല. എല്ലാവരോടും പറഞ്ഞു, ഇനി ആരിവിടെ നിൽക്കണമെന്നില്ല, എല്ലാവരും പൊക്കോളൂ. ആ ദക്ഷപ്രജാപതിക്ക് മഹാദേവൻ തന്നെ അപമാനിച്ചു എന്ന തോന്നലുണ്ടായതോടുകൂടി മഹാദേവനോട് ദേഷ്യം വർദ്ധിച്ചു. ഇതൊക്കെയാണ് ഈ മഹാദേവനോട് ദക്ഷപ്രജാപതിക്കുണ്ടായ മാത്സര്യത്തിനും പ്രശ്നത്തിനൊക്കെ കാരണം. ആരുടെ കുറ്റം കൊണ്ടാണ്? മഹാദേവന്റെ പ്രശ്നം കൊണ്ടല്ല. പിന്നെ ആരുടെ പ്രശ്നം കൊണ്ടാണ്? ദക്ഷപ്രജാപതിയുടെ ആ മനോഭാവത്തിൻ്റെ വിഷയമാണ്. സർവരെയും അടക്കി ഭരിക്കണം എന്നുള്ള വിചാരം മഹാദേവൻ അറിഞ്ഞിട്ട് തന്നെയാണ് അവിടുന്ന് മാറിയത്. ഈ സന്ദർഭത്തിൽ വേദവല്ലി അമ്മ വന്ന് സതീദേവിയെ സമാധാനിപ്പിച്ചു. തുടർന്ന് തപസ് ചെയ്യാനായിട്ട് വീണ്ടും ആഹ്വാനം ചെയ്തു. അങ്ങനെ സതീദേവി വീണ്ടും ഇതാ മഹാദേവനെ തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. കാളപ്പുറത്തേറിയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ആരൂഹ്യ ഋഷഭം ദിവ്യം കൈലാസ ശിഖരോപമ. സതീദേവിയെ കാളപ്പുറത്തിരുത്തി നേരെ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. ഇത് ദക്ഷപ്രജാപതിയെ കൂടുതൽ കുപിതനാക്കി. ഇപ്പം എന്നോട് പറയാണ്ട് കൊണ്ടുപോയി. മുമ്പ് വിവാഹം നടക്കുന്ന സമയത്ത് വരനെ കാണാനില്ല, വലിയ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. കല്യാണ സമയത്ത് വധുവിനെ കാണാനില്ല, അല്ലെങ്കിൽ വരനെ കാണാനില്ല.
ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ. അതേ പ്രശ്നം തന്നെ അവിടെ ഉണ്ടായത്. ഇപ്പൊ പോരാതെ കണ്ടോ, തന്നോട് പോലും പറയാതെ കണ്ട് തൻ്റെ പുത്രിയെ മഹാദേവൻ ഇതാ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. അതോടെ ദക്ഷപ്രജാപതിക്ക് കൂടുതൽ ദേഷ്യം വന്ന് മഹാദേവനെ നിരന്തരമായിട്ട് നിന്ദിക്കാൻ തുടങ്ങി. ഈ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട്, മഹാദേവനെ ഇങ്ങനെ നിന്ദിക്കരുത്, അത് അപകടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ദക്ഷപ്രജാപതി കേട്ടില്ല. അതിനുശേഷം ദേവന്മാരൊക്കെ കൂടിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, മഹാദേവനെ നിന്ദിച്ചു കഴിഞ്ഞാൽ ആസന്ന അടുത്ത് തന്നെ മൃത്യു ഉണ്ടാവും. മഹാദേവനെ പൂജിക്കുകയാണ്, ദിവസവും പൂജിക്കുകയാണ് വേണ്ടത്. അറിയാതെ കണ്ട് ആ നാമം അസൽ പ്രസംഗാത്ത അഖമാശുഹന്തി എന്നാണ്. അറിയാണ്ട് ശിവ എന്ന നാമം ജപിച്ചു കഴിഞ്ഞാൽ സർവപാപങ്ങളും തീരും. ഏതൊരു കർമ്മത്തിനും ശിവപൂജ നിർബന്ധമാണ്. ശിവപൂജ മുടക്കരുത്. ശിവനിന്ദ കേൾക്കാൻ പാടില്ല എന്നാണ്. ആരെങ്കിലും ശിവനെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ ചെവി പൊത്തി ഇരിക്കണം, അല്ലെങ്കിലോ ആ പറഞ്ഞവൻ്റെ നാവ് പിഴുതെടുക്കണം. അത് വല്ലാത്ത പ്രയാസമാണ്. അല്ലെങ്കിലോ പ്രാൺ കളയണമെന്നാണ്. ആ ശിവനിന്ദ കേൾക്കാനേ പാടില്ല എന്നാണ്. ഈശ്വരനിന്ദ കേൾക്കാനേ പാടില്ല എന്ന് പറയാൻ കാരണം അതാണ്. ഈ സന്ദർഭത്തിൽ ബ്രഹ്മാവ് ഒരു യജ്ഞം സംഘടിപ്പിച്ചു, എല്ലാവരെയും ക്ഷണിച്ചു. അവിടെ മഹാദേവന് ഉത്തമമായ സ്ഥാനം കൊടുത്തു. അതിൻ്റെ അപ്പുറത്ത് മഹാവിഷ്ണു ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് ദക്ഷപ്രജാപതി അവിടെ വന്നു. ദക്ഷപ്രജാപതിയെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് മകനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ അഹങ്കാരം കണ്ടാൽ ഞാനാണ് മകൻ എന്നാണ് ഭാവം. വരുമ്പോഴേക്ക് എഴുന്നേറ്റ് സ്വീകരിച്ചില്ലെങ്കിൽ അത് പ്രശ്നം. മഹാദേവൻ്റെ അനുഗ്രഹത്തെ കൊണ്ട് അങ്ങനെ ഒരു വരവ് കൂടി കിട്ടിയിട്ടുണ്ടല്ലോ. വേഗം ബ്രഹ്മാവ് എഴുന്നേറ്റ് ദക്ഷപ്രജാപതിയെ സ്വീകരിച്ചു. മഹാവിഷ്ണു എഴുന്നേറ്റ് ദക്ഷപ്രജാപതിക്ക് ഒരു ഹസ്തദാനമൊക്കെ കൊടുത്തു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. സഹാദേവാഗ്നയ എന്നാണ്. ദേവന്മാരും ഉപദേവന്മാരും അഗ്നിയും ഉപാഗ്നികളും എല്ലാവരും എഴുന്നേറ്റ് നിന്നു. മഹാദേവൻ അവിടെ ഇരുന്നേ ഉള്ളൂ. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ചിലപ്പോൾ ബഹുമാനിച്ചാൽ അത് കൂടുതൽ അപകടമാണ്. കാരണം എൻ്റെ ബഹുമാനത്തെ കൊണ്ട് അല്ലെങ്കിലേ അഹങ്കാരി, നീ കൂടുതൽ അഹങ്കാരം വരുത്തണ്ട. നമ്മുടെ ബഹുമാനത്തെ കൊണ്ട്, നമ്മുടെ നമസ്കാരത്തെ കൊണ്ട്, നമ്മുടെ സ്തുതി കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ അഹങ്കാരം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ദോഷം അത്. ഇപ്പം നമ്മളൊരാളെ കാണുമ്പോൾ ചെന്നങ്ങോട്ട് നമസ്കരിക്കണോ? ഈ നമസ്കാരം കിട്ടും തോറും ഇവർക്ക് എന്ത് വരും? അഹങ്കാരം ചിലപ്പോൾ കൂടും. ഈ അഹങ്കാരം കൂടിക്കഴിഞ്ഞാൽ ആർക്കാ പ്രശ്നം? അഹങ്കാരം കൂടിക്കഴിഞ്ഞാൽ അവൻ്റെ നാശത്തിന് കാരണമാകും. അപ്പോൾ ഈ നമസ്കരിച്ചവർക്കാണ് ദോഷം. അവരുടെ നമസ്കാരത്തെ കൊണ്ട് ഇയാൾക്ക് അഹങ്കാരം കൂടി, അഹങ്കാരം കൂടിയതുകൊണ്ട് അയാൾ നശിച്ചു. അതുകൊണ്ട് ആരെയാ നമസ്കരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഈഢ്യ എന്ന അഭിസംബോധനയോടുകൂടി ഭഗവാനെ സ്തുതിക്കുമ്പോൾ പറയാറുണ്ട്, എല്ലാ നമസ്കാരത്തിനും എല്ലാ സ്തുതിക്കും അർഹനായവനാണ് ഭഗവാൻ. എത്ര സ്തുതിച്ചാലും എത്ര നമസ്കരിച്ചാലും അവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല. നമുക്കൊക്കെ പെട്ടെന്ന് അഹങ്കാരം ഉണ്ടാവാൻ അധികമൊന്നും വേണ്ട. 10 ആൾക്കാർ ഒന്ന് നമസ്കരിച്ചാൽ അഹങ്കാരം. അതുകൊണ്ട് മഹാദേവൻ അവിടെ ഇരുന്നു. ഈ ദക്ഷനാകട്ടെ ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് അജ്ഞാനാത് ന മത്സരാത്, അജ്ഞാനത്തെ കൊണ്ടോ മത്സരത്തെ കൊണ്ടോ അല്ല ഞാൻ ഈ പറയുന്നത്, സജ്ജനങ്ങളുടെ വഴികളെ ദുഷിപ്പിക്കുന്നവനാണ് ഈ കപാലി. അങ്ങോട്ട് പറയാത്തതൊന്നുമില്ല എന്നാണ്. മറ്റു പുരാണങ്ങളിൽ പറയുന്നുണ്ട്, മർക്കടലോചനൻ, മാൻകണ്ണിയായ എൻ്റെ മനോഹരിയായ പുത്രിയെ ഈ മർക്കടലോചനന് വിവാഹം കഴിപ്പിച്ച് കൊടുത്തതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അപരാധം. കൊടുക്കേണ്ടിയിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം വേണ്ടേ? കയ്യകലത്തിൽ നിൽക്കണം എന്നാണ് ദക്ഷൻ സൂചിപ്പിക്കുന്നത്. എന്താണ്? അടുത്ത് വന്ന പാമ്പ്, മൂർഖൻ, ചേനത്തണ്ടൻ അരയിലെ കയ്യിൽ നീർക്കോലി ഒരെണ്ണത്തിന് ഇട്ടിട്ടുണ്ട്. എത്ര ആഭരണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അതിട്ടൂടെ?
പിന്നെ വസ്ത്രം ധരിക്കുമോ ചോദിച്ചാൽ ഇല്ല, ചിലപ്പോൾ വസ്ത്രമൊന്നും ധരിക്കില്ല. അത് അങ്ങനെ ഇറങ്ങും, ആരെങ്കിലും ഓർമ്മപ്പെടുത്തണം. അതേ കാരണം എന്താണ്, ഭഗവാനെ സംബന്ധിച്ച് ദിഗംബരനാണ്, ദിക്കാണ് ഈ വസ്ത്രമായിട്ട് വരുന്നത്. അപ്പോൾ വസ്ത്രം എടുക്കാൻ നിർബന്ധമൊന്നുമില്ല. പിന്നെ ആനത്തോല്, പുലിത്തോല് അതൊക്കെ അങ്ങനെ ഇടും. അത് ബർമട പോലെ സാധനമാണ്. ഏതാ ആദ്യം കെട്ടണമെന്ന് വെച്ചാൽ അതങ്ങനെ ഇടും, ബാക്കി തോളത്തിടും. നമ്മുടെ ഒരു പോക്കാണ്. ആ മാറിലൊരു ലോക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് മാലയുടെ. വാ പൊളിച്ചൊരുത്തൻ ഞാൻ കണ്ടാൽ തന്നെ പേടിയാവും. അസ്ഥിമാലയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് ദക്ഷപ്രജാപതി പറയുന്നത്. നർത്തകനാണ് എന്ന് വിചാരിച്ച് ഒരു ക്ഷണിക്കപ്പെട്ട സദസ്സിൽ നൃത്തം വയ്ക്കുകയോ ഇല്ല. മനുഷ്യന്മാർക്ക് പേടിയുള്ള ശ്മശാനത്തിൽ പോകണം നൃത്തം കാണാൻ. അവിടെയാളൊക്കെ ഉന്മത്തവൽ നഗ്നോ എന്നാണ്. ഉന്മത്തനായിട്ട് ഗംഭീര നൃത്തമാണ്. ഏതൊരു ഭക്തനാണോ മരിക്കുന്നത്, ആ ഭക്തനെ ദഹിപ്പിച്ച സ്ഥലത്ത് മഹാദേവൻ വന്ന് ആ ഭക്തന്റെ ചുടലഭസ്മം അങ്ങനെ തന്നെ മുഴുക്കയണിഞ്ഞ് അവിടെ ശിവഭൂതഗണങ്ങളോടുകൂടി ഗംഭീര നൃത്തമാണ്. ഇങ്ങനെയുള്ള ഈ മഹാദേവനെ ഇതാ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ഥാനവും ഞാൻ കൽപ്പിക്കുന്നില്ല. ആ മഹാദേവനേക്കാൾ പ്രാധാന്യം വിഷ്ണുവിനും ബ്രഹ്മാവിനുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മഹാദേവനെ അങ്ങോട്ട് നിന്ദിച്ചു. നിന്ദിച്ച സമയത്ത് നന്ദീശ്വരന് ഇത് കണ്ട് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. നന്ദീശ്വരൻ ഉടൻ തന്നെ ചാടി വീണ്, രേ രേ ദക്ഷ മഹാപാപിൻ ശിവസ്യ പരമാത്മന ദൂഷണം ക്രിയതേ ഹന്ത ത്വയാ ത്രാസന്ന മൃത്യുന. രേ രേ ഹേ ഹേ ചാടി എഴുന്നേറ്റിട്ട്, എന്തൊക്കെയാ ദക്ഷ നീ പറയുന്നത്? പ്രപഞ്ചത്തിന്റെ പരമ്പൊരുളാണ്. ഏതൊരുവന്റെ നാമം ജപിച്ചാലാണോ സർവ്വ പാപങ്ങളും തീരുന്നത്? ഏതൊരുവന്റെ പദാരവിന്ദത്തെ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണോ എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലെയും സർവ്വദേവന്മാരും എപ്പോഴും ആ കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്? വാക്കുകൊണ്ടോ നോട്ടത്തെ കൊണ്ടോ ഒരിക്കൽ പോലും ഒരു നിന്ദയും ചെയ്യാൻ പാടില്ലാത്തതായ പരമ്പൊരുളിനെ നീ എന്തൊക്കെയാ പറയണത്? എന്തായാലും നിനക്ക് മരണം ഇതാ ആയിക്കഴിഞ്ഞു എന്നതാ സൂചിപ്പിച്ചു. ഇത്തരത്തില് ഈ നന്ദീശ്വരൻ ശക്തമായിട്ട് എതിർത്തു. മഹാദേവൻ പിന്നെ അവിടെ നിന്നില്ല, വേഗം പോയി. ദക്ഷപ്രജാപതിയാകട്ടെ മഹാദേവൻ പോയി കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണുവിനോടും ബ്രഹ്മാവിനോടും ദേവന്മാരും ഋഷീശ്വരന്മാരോടും ഒക്കെ പറഞ്ഞു, ഈ മഹാദേവൻ നിന്ദ്യനാണ്. വിവാഹം കഴിക്കാൻ വേണ്ടി ഞാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയപ്പോൾ എന്നെ അപമാനിച്ചുകൊണ്ട് മറഞ്ഞു. പിന്നെ വീണ്ടും വന്ന് ഞാനറിയാതെ കണ്ട് എൻ്റെ മകളെ കൊണ്ടുപോയി. ചന്ദ്രൻ എൻ്റെ മക്കളെ അപമാനിച്ചു. ആ ചന്ദ്രനെ ഞാൻ ശപിച്ചു കഴിഞ്ഞപ്പോൾ ആ ശാപത്തിനെതിരായിട്ട് അനുഗ്രഹത്തെ കൊടുത്തു. അങ്ങനെ കുറേ കാരണങ്ങൾ ദക്ഷൻ നിരത്തി വെച്ചു. അതിനുശേഷം ഇതാ ദക്ഷപ്രജാപതി, മഹാദേവൻ പോയി. ദക്ഷപ്രജാപതി പറഞ്ഞു, ഇനി മഹാദേവന് യാഗഭാഗം ആരും കൊടുക്കരുത്. ആരെങ്കിലും മഹാദേവനെ പൂജിച്ചു കഴിഞ്ഞാൽ എൻ്റെ എതിർപ്പിന് കാരണമാകും. അതോടെ ദേവന്മാർക്കൊക്കെ എല്ലാവർക്കും വിഷമമായി. പിന്നെ ഈ ദേവന്മാരെല്ലാവരും കൂടി ദക്ഷപ്രജാപതിയുടെ അടുത്ത് ചെന്ന്, മഹാദേവൻ മഹാകാരുണ്യവാനാണ്, ഒന്ന് ചെന്ന് കാണൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. അവിടെ മഹാദേവൻ കൈലാസത്തിലേക്ക് ചെന്ന സമയത്ത് നന്ദീശ്വരൻ മുതലായവർ തടുത്തു. ദേഷ്യം വന്ന ഈ ശിവഭൂതഗണങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ തടുക്കുന്നത്? ഞാൻ ആരാണെന്നറിയോ? എൻ്റെ പുത്രിയാണ് അവിടെ ഇരിക്കുന്നത്. ആ പുത്രിയെ വിവാഹം കഴിച്ചത് ഞാൻ ജാമാതാവാണ്. ഈ കൈലാസത്തിലേക്ക് വരാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. അപ്പോൾ നന്ദീശ്വരൻ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അനുവാദമില്ലാതെ കണ്ട് അകത്തേക്ക് കിടക്കാൻ സാധ്യമല്ല. മാത്രമല്ല അവിടെ മഹാദേവൻ പരമ്പൊരുളായിട്ടും സതീദേവിയാകട്ടെ പരാശക്തിയുമായിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ദക്ഷപ്രജാപതി വന്നു. ദക്ഷപ്രജാപതി കുറച്ചു നേരം നോക്കി നിന്നു. ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയി. വീണ്ടും ദേവന്മാരെ മുഴുവൻ ചീത്ത പറഞ്ഞു. എന്നെ കണ്ട സമയത്ത് എൻ്റെ പുത്രി ഓടി വന്ന് എന്നെ സ്വീകരിക്കേണ്ടതല്ലേ? പകരം അവിടെ ഇരുന്ന് അങ്ങനെ ഇരിക്കണോ?
ഞാൻ വന്ന് അവിടെ ചെന്ന് നമസ്കരിക്കണമെന്ന് അതിന് ദക്ഷനെ കിട്ടില്ല എന്നാണ് ദക്ഷ പ്രജാപതി പറഞ്ഞത്. ഇവിടെ കാര്യമൊക്കെ ശരിയാണ്. അവിടെ എടുത്തു പറയുന്നൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, മഹാദേവൻ പരമ്പൊരുളായിട്ടും സതീദേവി പരാശക്തിയുമായിട്ടാണ് ഇരിക്കുന്നത്. ഓരോ സ്ഥാനത്തിനും ഓരോ ഇതുണ്ട്. നമ്മുടെ കുട്ടി ഏതെങ്കിലും ഒരു പുത്രൻ പോലീസ് സ്റ്റേഷനിൽ SIയോ അല്ലെങ്കിൽ ഒരു കളക്ടറോ അങ്ങനെ വലിയ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നു. മകനാണ് കളക്ടർ എന്ന് വിചാരിച്ച് നമുക്ക് ഓടിക്കേറി അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഇല്ല. കാരണം ആ സ്ഥാനത്തിന് ഒരു ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അത് കുട്ടികൾ എത്രത്തോളം ഉയരുന്നുവോ അതനുസരിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ ചെന്ന് കാവൽക്കാരെയൊക്കെ അടിച്ചിട്ട് എൻ്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞ അധികാരമൊക്കെ കാണിച്ചാൽ അപകടമാണ്.